ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് ഈ അവസാന ദിവസവും നടക്കുന്നത്. അതായത് അനുമോൾ കളിച്ചൊരു ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞാണ് അക്ബർ നമ്മുടെ അനുമോളെ കുറ്റപ്പെടുത്തുന്നത്. അത് ഒരു പരിധിവരെ സത്യമാണെന്നാണ് അവിടെയുള്ള വീട്ടിലുള്ള ആദില നൂറയൊക്കെ പറയുന്നത്. ആദില അത് പറഞ്ഞിട്ടാണ് പോയത്. അതിപ്പോൾ ആ വീട്ടിൽ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അനുമോൾ പുറത്തേക്ക് പോകാൻ വരെ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ആ വീട്ടിൽ തുടരേണ്ട എന്ന തീരുമാനത്തിലാണ് നിലവിലിപ്പോൾ അനുമോൾ പുറത്തു പോകുമെന്നുള്ള അറിയാൻ പറ്റില്ല. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോ തരാം. എന്തായാലും സംഗതി ഇതാണ്. അനുമോൾ ആദിലയോട് പറയുന്നു, ആദില പുറത്താവുകയാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട്, അതായത് ടിഷ്യൂ പേപ്പറിൽ ഒരു PR നമ്പർ കൊടുക്കുകയാണ്. വിനു എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ നമ്പർ ആ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുക്കുകയാണ്. ആദില പുറത്താവുകയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഈ പറയുന്ന വിനു എന്ന് പറയുന്ന ആളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ അക്ബറിൻ്റെ കുടുംബം അല്ലെങ്കിൽ അക്ബറിനെതിരെ സൈബർ ബുള്ളിങ് നടത്താൻ പറയണം എന്ന് പറയുന്നുണ്ട്. ഇത് ആദിലയോടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആദില ഇത് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറഞ്ഞ ആ കാര്യം ഇപ്പോൾ അക്ബർ അറിഞ്ഞു. അതായത് ആദില പുറത്താവുകയാണെങ്കിൽ പുറത്ത് അനുമോളുടെ PRനെ കണ്ടിട്ട് അക്ബറിനെതിരെ സൈബർ ബുള്ളിയിങ് അഴിച്ചു വിടാനുള്ള നിർദ്ദേശം അനുമോൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് അക്ബർ അറിഞ്ഞതിന് ശേഷം അക്ബർ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത്രയും നാൾ താൻ ജെനുവിനായിട്ടാണ് നിന്നത്, ഈ PR കളിച്ച് എൻ്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയ നിനക്ക് മാപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അക്ബർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അനുമോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. അനുമോൾ പുറത്ത് പോകുമില്ലെന്ന് അറിയില്ല. പക്ഷേ അവിടെയുള്ള എല്ലാവരും ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നൂറേന്ന് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആദില ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെങ്കിൽ ആദില അനുഭവിക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.